ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. തിരുക്കരം എന്നെ താങ്ങി വൻപ്രതികൂലങ്ങളിൽ മുന്നോട്ടു യാത്ര ചെയ്യുവാ ബലമെന്നും നൽകിയതാ. തിരുക്കരം എന്നെ താങ്ങി വൻപ്രതികൂലങ്ങളിൽ മുന്നോട്ടു യാത്ര ചെയ്യുവാ ബലമെന്നും നൽകിയതാ. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്ത് ദൈവദിനമായിട്ട് അടുത്ത് വരുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ വർദ്ധത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു വാഗ്ദത്തം ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എബ്രായ ലേഖനം 4:3 ഒരു സ്വസ്ഥതയെപ്പറ്റി പറയുന്നുണ്ട്. അനുസരണം കേട്ട ജനത്തെക്കുറിച്ച് പറയുന്നത് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന്. എബ്രായർ 9:15 അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് ഉള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിനായി വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ അധ്യക്ഷനാകുന്നു. ഏതൊരു ദൈവത്തിൻ്റെയും പ്രത്യാശയും ധൈര്യവും ഇതായിരിക്കണം. ഈ മായയായ ലോകം നിഴൽ പോലെ മാറിപ്പോകും. ഈ ലോകത്തിൽ ഉള്ള എല്ലാറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അല്ല ഉപയോഗശൂന്യമാകുന്ന ഒരു ദിവസമുണ്ട്. അതിനപ്പുറം അത് ഉപയോഗിക്കാറില്ല. ഈ മനുഷ്യനിർമ്മിതമായ സകലവും കഴിഞ്ഞു പോകും. എന്നാൽ മനുഷ്യൻ്റെ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനവും സ്വർഗത്തിലുണ്ട് എന്നുള്ള അറിവും എല്ലാവർക്കും ഉണ്ടാകണം. ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്നെണ്ണണം. എങ്കിൽ നിത്യരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിച്ചിരിക്കണം. നിത്യ തേജസ്സിൻ്റെ മഹത്വമേറിയ അനുഭവങ്ങൾ ഓരോരുത്തരുടെയും നിത്യേന ആത്മാവിൽ ദർശിക്കണം. നാം ഇവിടെ അന്യരും പരദേശികളുമാണ് എന്നുള്ള ഉത്തമ ബോധം ഉള്ളവരായിരിക്കണം ഓരോ ദൈവവേദിലും. മറ്റൊരു പ്രത്യേക വിഷയം ശ്രദ്ധേയമാണ്. ദൈവേഷ്ടം നിവർത്തിക്കുന്നവർക്ക് മാത്രമേ വാഗ്ദത്ത നിവൃത്തി പ്രാപിപ്പാൻ സാധ്യമാകുള്ളൂ. ദൈവേഷ്ടം എന്തെന്ന് എടുത്തു ചോദിപ്പാൻ സാധ്യമുണ്ട്. അവർക്ക് മറുപടി, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നും. ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണുകയില്ല. ഈ നഗരത്തിൻ്റെ പേര് തന്നെ വിശുദ്ധ നഗരമെന്നാണല്ലോ. അവിടെ യാതൊരു അശുദ്ധനും പ്രവേശിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുക എന്നത് മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമാണ് ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധനയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശമരിയ സ്ത്രീയുമായി സംഭാഷിക്കുമ്പോൾ പ്രത്യേക വിഷയം അവിടെ ശ്രദ്ധേയമാണ്. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എത്ര ഉന്നതനായാലും ദൈവത്തിൻ്റെ പ്രമാണം വിട്ടു നിൽക്കുന്നവർക്ക് നിത്യത അവകാശമാക്കുവാൻ സാധ്യമല്ല.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും നിത്യജീവൻ്റെ അവകാശികളാക്കി നിത്യരാജ്യത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂടെ യുഗായുഗം വാഴുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളവാൻ സാത്താൻ ഉഗ്രതയോടെ പ്രവർത്തിക്കുകയാണ്. ദൈവസ്വരൂപത്തിലും ദൈവതേജസ്സിനെ സൃഷ്ടിക്കപ്പെട്ട ആദാമിനെ ദൈവത്തിൽ നിന്ന് അകറ്റിയ ശേഷം 10-ാമനായ നോഹയുടെ കാലയളവിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ഒന്നിച്ച് നശിപ്പിച്ചു കളവാൻ സാത്താൻ പ്രവർത്തിച്ചു. സാത്താൻ്റെ കണക്കൂട്ടലുകളെ തെറ്റിച്ച് ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുകയും ദൈവത്തിൻ്റെ കൃപ അവന് ലഭിക്കുകയും ചെയ്തു. നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നു. എങ്കിലും ദൈവിക ഉടമ്പടികളെ മാറ്റിമറിക്കുവാൻ സാത്താൻ അശ്രാന്ത ശ്രമം നടത്തുന്നു. ഉടമ്പടി ലഭിച്ച നോഹയെ വീഞ്ഞു കുടിപ്പിച്ച് ലഹരി പിടിപ്പിച്ചു. അതുമൂലം കനാൻ ശപിക്കപ്പെട്ടവനായി മാറിയെങ്കിലും ശേം അനുഗ്രഹിക്കപ്പെട്ടവനുമായി. കാലങ്ങൾ മാറി മറിഞ്ഞു. ദൈവം തൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും മനുഷ്യവർഗ ദൈവത്തിൽ നിന്ന് അകന്നു മാറി. അബ്രഹാമിലൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ദൈവം അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ചു വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നൽകി. തലമുറകൾ വർദ്ധിച്ചപ്പോഴേക്കും ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു തുടങ്ങി. ദൈവശിക്ഷയുടെ കരങ്ങൾ നീട്ടി. രാജാവിനെ ആവശ്യപ്പെട്ട് അവർക്ക് ശൗലിനെ രാജാവായി നൽകി. തുടർന്നുള്ള കാലങ്ങൾ ദൈവത്തെ അനുസരിക്കാത്ത രാജാക്കന്മാരുണ്ടായി. ആകാശമണ്ഡലത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ ചില രാജാക്കന്മാർ മാത്രം ദൈവത്തിന് വേണ്ടി ശോഭിച്ചു. അതിലൊരാളാണ് ദാവീദ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള എന്നെന്ന് സാക്ഷ്യം ലഭിക്കാനിടയായി. പ്രിയ ദൈവജനമേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാതെ ലഭിക്കുന്ന ആലോചനകൾ എന്തെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് മൂലമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിത്തീരുന്നത്. ആകയാൽ കാലങ്ങൾ എത്ര മാറിയാലും ദൈവപ്രവൃത്തിക്ക് മാറ്റമില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാത്ത രീതിയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൽ കൂടെ ആശ്വാസവും സ്വസ്ഥതയും കണ്ടെത്തുവാൻ നിൽക്കണം. ഈ നാളുകളിൽ ദൈവം നമുക്ക് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവവചനം അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.